പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. ഇന്നത്തെ ദിവസം നിന്റെ തിരുമുറുവാളുന്ന വലതുകരം അങ്ങയുടെ മക്കളുടെ മേൽ വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ മക്കളുടെ യാത്രകളെ ആശീർവദിക്കണമേ. ഒരു വിഷയം ഓർക്കുമ്പോൾ, ഒരു വ്യക്തിയെ ഓർക്കുമ്പോൾ നിനക്ക് വിഷമം ഉണ്ടെങ്കിൽ അത് കർത്താവ് ഈ നിമിഷം ഏറ്റെടുക്കുകയും നിനക്ക് വേണ്ടി ഈശോ വാദിക്കുകയും ചെയ്തുകൊണ്ട് നിന്നെ അവിടുന്ന് സന്തോഷത്തോടെ തിരിച്ചു കൊണ്ടുവരട്ടെ. നിന്റെ സാമ്പത്തിക പ്ലാനുകളെല്ലാം, നിന്റെ പദ്ധതികളെല്ലാം, 10 പൈസ നിന്റെ കുഞ്ഞുങ്ങൾക്കും കുടുംബത്തിനും വേണ്ടി സ്വരുക്കൂട്ടാൻ വേണ്ടിയുള്ള നടപടികൾ ഈശോയുടെ നാമത്തിൽ സംരക്ഷിക്കപ്പെടട്ടെ. വിവാഹം കഴിക്കാനുള്ളവര്, വിവാഹം പിരിഞ്ഞിരിക്കുന്നവര്, ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ, മക്കളില്ലാത്തവരുള്ള മക്കൾക്ക്, ഗർഭസ്ഥ ശിശുക്കൾക്ക് രോഗങ്ങളുള്ളവർ, അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾ പഠിക്കാത്തവർ, എല്ലാ തരത്തിലുള്ള കുഞ്ഞുങ്ങളെക്കുറിച്ച് ചോദന ഓർത്ത് വിഷമിക്കുന്നവർക്ക് കർത്താവ് നിങ്ങളെ ആശീർവദിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ഈശോ ഇന്ന് ഉള്ള യാത്ര മുഴുവൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നവരെ, ഓരോരോ വ്യക്തികളെ കണ്ടുമുട്ടാൻ പോകുന്നവരെ, ഓരോരോ കാര്യങ്ങൾ ഒപ്പിട്ട് കൊടുത്തിരിക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞാൻ 39 വർഷം അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥത, ദൈവമകനെ, ദൈവമകളെ, നീ ഇപ്പോഴും ആശീർവദിക്കപ്പെടുന്നു. എൻ്റെ സങ്കടങ്ങളെ കർത്തേറ്റെടുക്കുകയും നിന്റെ കർത്താവ് സന്തോഷത്തോടെ തിരിച്ചു കൊണ്ടുവരികയും ചെയ്യട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. ഇത് നമ്മള് സുവിശേഷത്തിലും കാണുന്നത് ഒരു 6-ാം വാക്യമാണ്. മത്തായിയുടെ സുവിശേഷം 5:6. നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് സംതൃപ്തി ലഭിക്കും. അപ്പൊ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സെക്കുലർ ആയിട്ടുള്ള ജസ്റ്റിസ് അല്ലത്. നീതിക്ക് വേണ്ടി പോരാടുന്ന ഒത്തിരി പേരുണ്ട്. നിരീശ്വരന്മാർ നീതിക്ക് വേണ്ടി പോരാടുന്നവരുണ്ട്, വിപ്ലവകാരികൾ നീതിക്ക് വേണ്ടി പോരാടുന്നവരുണ്ട്, തീവ്രവാദികൾ നീതിക്ക് വേണ്ടി പോരാടുന്നവരുണ്ട്. പോരാട്ടക്കാരെല്ലാവരും അവരവരുടെ രീതികളിലാണ്, അവരുടെ മനസ്സിലുള്ള നീതിയാണ്. അവരുടെ മനസ്സിൽ ഞങ്ങൾ അവർ നീതിയാണ് ചെയ്യണം എന്നുള്ള ബോധത്തിലാണല്ലോ മറ്റുള്ളവരെ കൊന്നുകൂട്ടുന്നത്. അപ്പം ആ അഭ്യാസങ്ങൾക്കൊന്നും റിവാർഡിങ് ഇല്ല. നീതി എന്ന് പറഞ്ഞാൽ എന്താണ്? അവസാനം പറഞ്ഞിട്ടുണ്ട്, എന്നെ പ്രതി. അതാണ്, അതായത് സുവിശേഷവിഹിതമായ വചനാധിഷ്ഠിതമായ ജീവിത സരണി അത് ഇപ്സഫാത്തോ നീതിയിൽ അധിഷ്ഠിതമായിരിക്കും.
അങ്ങനെ നീതിയോടെ ജീവിക്കുന്നവർ ക്രിസ്തുവിന്റെ മഹത്വത്തെയാണ് ഉദ്ദേശിക്കുന്നത്, അല്ല കേവല നീതി നിറവേറ്റുകയല്ല. കേവല മാനുഷിക നീതിയുടെ വിഷയമല്ലത്. ക്രിസ്തുവിൽ അധിഷ്ഠിതമായ ഒരു ജീവിതക്രമം ക്രമീകരിക്കുന്നതിൽ, അത് കുടുംബത്തിലായാലും തൊഴിലായാലും പൊതുജീവിതത്തിലായാലും ക്രിസ്തുവിൽ അധിഷ്ഠിതമായ ഒരു നീതിക്രമം ചെയ്യുന്നവരൊക്കെ, അപ്പൊ നമ്മുടെ എവിടെയായാലും നമ്മൾ ക്രിസ്ത്യാനികളാണെന്നുള്ള ബോധം ഉണ്ടാണ്. പള്ളി, ഞായറാഴ്ച പള്ളി കുർബാനക്ക് മാത്രം ക്രിസ്ത്യാനിയല്ല. കടയിൽ വരുമ്പോഴും കച്ചവടത്തിന് വരുമ്പോഴും വേറെ ആളാവും, അപ്പൊ ക്രിസ്ത്യാനി ആകത്തില്ല. കണക്കെഴുതുന്ന സമയത്ത് വേറെ ആളാവും, അപ്പോഴും ക്രിസ്ത്യാനി ആകത്തില്ല. ക്രിസ്ത്യാനി എന്ന് വെച്ചാൽ ഫുൾ ടൈം ക്രിസ്ത്യാനി എന്നതിൻ്റെ അർത്ഥം, അല്ലാതെ ഒക്കേഷണൽ ക്രിസ്ത്യൻസ് അല്ല. അപ്പൊ അതെന്ന് പറയുന്നത് ദൈവകൃപ കൂടി വേണം അതിന്. നിങ്ങൾ കാര്യങ്ങളൊക്കെ നടന്നു എന്ന് പറഞ്ഞുകൊണ്ട് ക്രിസ്തു നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണമെന്ന് നിർബന്ധം, ക്രിസ്തുവിൽ അധിഷ്ഠിത ജീവിതമാണ് നിർബന്ധമില്ല. അതുകൊണ്ട് എല്ലാ സമയത്തും ഫുൾ ടൈമേഴ്സാണ് നമ്മൾ ക്രിസ്തുവിൽ. ഇപ്പൊ ചില സംഘടനക്കാരൊക്കെ ഫുൾ ടൈമർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൊല്ലം കർത്താവിന് കൊടുക്കത്തില്ലേ. ഒരു കൊല്ലം മാത്രമല്ല, അവരൊക്കെ അത് കഴിഞ്ഞിട്ടും അതേ അരൂപ്യത്തിന് ജീവിക്കുന്ന അനേക കാര്യങ്ങളുണ്ട്. അപ്പൊ നമ്മുടെ ക്രിസ്തുവിൽ എല്ലാ കാലത്തിലും ഫുൾ ടൈമറാണ്, എല്ലാ വിഷയത്തിലും ഫുൾ ടൈമറാണ്. അങ്ങനെ ആകാതെ വരുമ്പോഴാണ് ഈ പ്രലോഭനം ഉണ്ടാകുന്നത്. അങ്ങനെ പാടാണ് ശരിക്കും, നല്ല പ്രലോഭനം ഉണ്ടാകുന്ന വിഷയമാണ്. അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഞങ്ങളെ സഹായിക്കണമേ, രക്ഷിക്കണമേ. പക്ഷെ നമ്മൾ ക്രിസ്തു ജീവിക്കാൻ വേണ്ടി അഡ്ഡമെൻ്റായിട്ട് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് പ്രലോഭനങ്ങൾ മാറും. പ്രലോഭനങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ കാരണം ചില സമയത്ത് പ്രലോഭനങ്ങളായിട്ട് തോന്നത്തില്ല. കാര്യം നമുക്ക് ക്രിസ്തു ഉണ്ടാകണമെങ്കിൽ മാത്രമേ ഇതൊക്കെ പ്രലോഭനങ്ങളായിട്ട് തോന്നത്തുള്ളൂ. അല്ലെങ്കിൽ ആൾ തട്ടിക്കുകയും പറ്റിക്കുകയും ആൾക്കാരെ കമത്തുകയും കൈക്കൂലി വാങ്ങിക്കുകയും ചെയ്യുന്ന സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങളായിട്ട്. ക്രിസ്തുവിലേക്ക് അധിഷ്ഠിതമായി കഴിയുമ്പോൾ ഇതെല്ലാം പ്രലോഭനങ്ങളായിട്ട് മാറും. പക്ഷെ ക്രിസ്തുവിൽ ഉറച്ചു നിന്നാൽ നീ ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് മാറുകയും ചെയ്യും. നിങ്ങൾ ഈസി ആയിട്ടൊരു ആത്മീയ ജീവിതം സഹായിക്കാൻ പറ്റുമെന്ന് പ്രാർത്ഥിക്കുക, വലിയ ദൈവത്തെ അനുഗ്രഹം അടിച്ചു മാറ്റുക, അതുകൊണ്ട് ഭക്ഷണം കഴിച്ച് ജീവിക്കുക, ദാറ്റ് ഈസ് നോൺസെൻസ്. അത് നിങ്ങളുടെ ക്രിസ്ത്യ ജീവിതമായിട്ട് ബന്ധമില്ല. നിങ്ങൾ വിട്ടിയുടെ സ്വർഗത്തിലായിട്ട് സ്വയം അവരോധിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. വി ആർ നോട്ട് ഇൻ കെ, നമ്മൾ അങ്ങനെ അല്ല ശരിക്കും. പക്ഷെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എല്ലായിടത്തും തന്നെ ഇതിൽ അധിഷ്ഠിതമായ ഒരു ജീവിതക്രമം നിലനിർത്തുന്നതിന് വേണ്ടി കർത്താവിനെ പ്രതി, എന്നെ പ്രതി, എൻ്റെ പേരിലൊരു അവഹേളനമാ, ധനനഷ്ടമാ, മാനനഷ്ടമൊക്കെ ഉണ്ടെങ്കിൽ അത് റീഫണ്ടബിൾ ആകുമെന്നാണ് ഈശോ പറയുന്നത്. എന്താ പറയുന്നത്? നിങ്ങളെ ആശ്വാസം ലഭിക്കും. നീതിക്ക് വേണ്ടി ഉച്ചയ്ക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർക്ക് ഭാഗ്യവാന്മാർ, അവർക്ക് സംതൃപ്തി ലഭിക്കും. ചിലപ്പോൾ നിത്യതയിലായിരിക്കും കേട്ടോ, അവളുടെ കാര്യം നേരത്തെ പറഞ്ഞേക്കാം. നിങ്ങളിപ്പോൾ കുറിച്ച് വെച്ചോണ്ടിരിക്കരുത്, നാളെ കിട്ടുമെന്ന് പറഞ്ഞു. ആ വാക്കിന്റെ പോക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വർഗത്തിൽ നിങ്ങൾക്ക് പ്രതിഫലം വലുതായിരിക്കുമെന്നായിരിക്കും. ഓക്കെ, ഇതാണ് ദൈവപുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമം. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു.
പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. അനുദപിക്കുമ്പോൾ ദൈവമായിട്ട് അടുത്ത് വന്ന് ദൈവ സാന്നിധ്യം എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അന്നന്ന് രാത്രി എഴുതി വെക്കണം. ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ചെറിയ ഇതുപോലെ സ്ലിപ്പ് എഴുതി വെക്കാറുണ്ട് ഇതുപോലെ. എന്നിട്ട് അന്ന് രാത്രി പറ്റുമെങ്കിൽ ഇന്ന് ആരോട് ഞാൻ നുണ പറഞ്ഞു, അവരോടില്ല പറഞ്ഞിരിക്കട, അച്ഛനോട്, ദൈവത്തോടാ, ഈശോടാ ഞാൻ പറഞ്ഞത്, എഴുതി വയ്ക്കുക രാത്രി. എന്നിട്ട് അന്ന് അനുദപിക്കുക. എന്നിട്ട് 2 ആഴ്ച കൂടുമ്പോൾ ഈ പേപ്പർ കൊണ്ടുപോയിട്ട് ആ ഡേറ്റ് വെച്ചിട്ട് പറ്റുമെങ്കിൽ കുമ്പസാരിക്കണം. എന്നിട്ട് രണ്ടാമത്തത്, ദൈവ സാന്നിധ്യം നമുക്ക് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ദൈവസാന്നിധ്യം അമ്മയെ നമ്മളെ വീട്ടിലേക്ക് കൊണ്ടുപോകണം. അമ്മയുടെ ഹൃദയത്തിൽ ഈശോ ആണ് എപ്പോഴും. അമ്മ എല്ലാം ഹൃദയത്തിൽ സൂക്ഷിക്കും. ഈശോനെ ഹൃദയത്തിൽ വെച്ചിരിക്കുക. നമ്മളെ കുടുംബത്തിൽ അതും പ്രഭാഷകൻ 3-ാം അധ്യായം 4 അമ്മയെ മഹത്വപ്പെടുത്തുന്നവന് സമ്പത്ത് ലഭിക്കുമെന്നാണ്, കണ്ടെത്തും. ഇപ്പം നിൻ്റെ കുടുംബത്തിൽ ഉള്ള കുറവുകളെല്ലാം, ദാരിദ്ര്യം എന്ന് പറഞ്ഞത് സ്നേഹത്തിൻ്റെ ആയിരിക്കാം, ഒറ്റപ്പെടലായിരിക്കാം, ആരോഗ്യമായിരിക്കാം, സന്തോഷത്തിൻ്റെ ആയിരിക്കാം, സമാധാനമായിരിക്കാം, അതെല്ലാം നിനക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ അമ്മയെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് പോകണം. അമ്മ എങ്ങനെയാണ് വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് പോകുന്നത്? അമ്മയെ എവിടെ വെച്ചാണ് കിട്ടുന്നത്? ദിവസവും അമ്മ വേണം. ഒരു ദിവസം തള്ളി പറഞ്ഞു വിടരുത്. ദിവസം അമ്മ വീട്ടിലുണ്ടാകണം. എങ്ങനെയാണ് കൊണ്ടുപോകണേ? ശ്രദ്ധിച്ച് കേൾക്കുക കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. എങ്ങനെയാണ് അമ്മയെ വിളിച്ചുകൊണ്ട് പോകുന്നത്? ഈശോ അമ്മയെ തന്നത് എവിടെ വെച്ചാ? കുർബാനയിൽ വെച്ചാ തന്നത്. ഇതാ നിൻ്റെ അമ്മ. ദിവസവും കുർബാനയ്ക്ക് പോവുക. ഈശോ ഇങ്ങനെ തരും, ഇതാ നിൻ്റെ അമ്മ എന്ന്. ഈശോയെന്ന് പറഞ്ഞിങ്ങനെ കൈ നീട്ടി വയ്ക്കണം. എനിക്ക് എൻ്റെ അമ്മയെ വേണം. കുർബാനയ്ക്ക് ദിവസവും പോകണം. ഉടമ്പടി പറഞ്ഞിട്ടുള്ള ഇതാ. അപ്പം നിങ്ങൾ ഉടമ്പടി എടുക്കുമ്പോൾ ദിവസവും കുർബാനയ്ക്ക് പോകാൻ നോക്കുക. എവിടെ ഞങ്ങളൊക്കെ അത് ദൈവത്തിൻ്റെ കൃപയാണ്. അമ്മ മാതാവിന് നന്ദി പറയണം. ഇപ്പോൾ ഏതെങ്കിലും ബിസിനസ് ട്രിപ്പായാലും ഫോറിൻ ട്രിപ്പായാലും ഞാൻ അറേഞ്ച് ചെയ്യുന്നത് ആദ്യം റൂം നോക്കും, അവിടെ കുർബാന ഉണ്ടാകും നോക്കും, ഇവിടെ നിന്ന് ഫോൺ വിളിച്ച് നോക്കും, നെറ്റിൽ നോക്കും. നെറ്റിൽ നോക്കിക്കഴിഞ്ഞാലും ഏത് നാട്ടിൽ പോയാലും, ഫോറിനിൽ പോയാൽ പോലും പള്ളിയുടെ അടുത്തായിരിക്കണം എടുക്കുന്ന റൂം. ഇല്ല ഇവിടെ തന്നെ തിരുവനന്തപുരം പോയാലും ശരി, കോട്ടയം പോയാലും കാലത്തെ കുർബാന എത്രയാണെന്ന് പള്ളിയിലേക്ക് വിളിച്ചു ചോദിച്ചിട്ട് അതനുസരിച്ചാണ് ചെയ്യുന്ന. പിന്നെ ഒന്നില്ലെങ്കിൽ 6 മണിക്ക് കാലത്തെ കുർബാന കൂടിയിട്ട് പുറത്തേക്ക് പോകും. ഇല്ലെങ്കിൽ കൂടാൻ പറ്റിയില്ലെങ്കിൽ വൈകുന്നേരം മാക്സിമം കാലത്ത് തന്നെ പോകണമോ. തലേദിവസം പോയിട്ട് എനിക്ക് ഇന്ന ജോലിയെങ്കിൽ തലേദിവസം പോകും, കുർബാന കാലത്തെ കൂടണം. ഇന്ന് വൈകുന്നേരമാണ് പണിയെങ്കിലും വേറെ എവിടെയെങ്കിലും പോകണമെങ്കിൽ തലേദിവസം പോയി താമസിക്കണം, കുർബാന കാലത്തേ ഉണ്ടെങ്കിൽ. അവിടെ വെച്ച് അമ്മേനെ നമുക്ക് കൂടെ എടുക്കണം, വിളിച്ചുകൊണ്ട് പോകണം വീട്ടിലേക്ക്, യോനാൻ കൊണ്ടുപോയതുപോലെ. അപ്പോൾ ഇത് ദിവസവും കുർബാനയ്ക്ക് ഇങ്ങ് പോയിരിക്കണം, അമ്മ കൂടെ വരും. അപ്പോൾ നമ്മൾ അനുതാപത്തെക്കുറിച്ച് പറഞ്ഞായിരുന്നു. അനുതാപം എന്ന് പറയണത് ദൈവമായിട്ടുള്ളൊരു നല്ല ബോധ്യം, ഈശോനെക്കുറിച്ചൊരു ബോധ്യം ഉണ്ടാകണം. ആ ബോധ്യത്തോടെ
എൻ്റെ അച്ഛ അവിടെ കുമ്പസാരക്കൂട്ടത്തിൽ ഇരിക്കുന്ന അച്ഛന്മാരെ കാണുമ്പോൾ അത് ഈശോ തന്നെയാണ്. ഈശോയെ കാണണം. നിങ്ങൾ കുമ്പസരിക്കാൻ തുടങ്ങുമ്പോൾ അത് ഈശോ ആയിട്ട് മാറും. ഈശോയോടാണ് നിങ്ങൾ സംസാരിക്കേണ്ടത്. നിനക്കെതിരെ ഞാൻ പാപം ചെയ്തു പോയി. അച്ഛൻ എന്ത് വിചാരിക്കും? അച്ഛൻ പരിചയമുള്ളതാണ്. അത് കഴിഞ്ഞാൽ നമ്മളെ കാണുമ്പോഴത്തേക്കും എങ്ങനെ മുഖത്തേക്ക് നോക്കും? അതൊന്നുമില്ല. നിങ്ങൾ ഈശോയോടത് പറയണം. ഇത് ദൈവ സാന്നിധ്യത്തിലേക്ക് നിങ്ങൾ വരാൻ വേണ്ടിയിട്ട് ഉടമ്പടി ചെയ്യുമ്പോൾ പലവർക്കും ഈ നമുക്ക് മാതാവ് ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് അനുഗ്രഹം കിട്ടാൻ വേണ്ടിയിട്ടാണ്. സമയപരിധി ഇല്ല ഇതിന്. എനിക്കറിയാം സമയപരിധി ഇല്ല. ഞാൻ ഇവിടെ കൗൺസിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്കറിയാം ഉടമ്പടി അന്ന് തുടങ്ങിയ കാലമാണ്. അപ്പോൾ ഒരു കൊച്ചൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞ്, എൻ്റെ പേര് ഞാൻ ഓർക്കണമെന്നില്ല, കൗൺസിലിങ്ങിന് കയറിയിട്ട് കരഞ്ഞ എന്നോട്, പ്രൈസ് ദി ലോർഡ്, കരഞ്ഞിട്ട് പറഞ്ഞ്, ബ്രദറെ എൻ്റെ കല്യാണം ഉറപ്പിച്ചിരിക്കുക, അടുത്ത ആഴ്ച കല്യാണമാണ്. അപ്പോൾ ഏതോ ഒരു പേപ്പറിൽ നോക്കിയിട്ട് അഡ്വർടൈസ് കണ്ടിട്ട് അവർ എല്ലാം ഉറപ്പിച്ച് എല്ലാവരെയും കാർഡെല്ലാം കൊടുത്ത്, ഇൻവിറ്റേഷൻ കാർഡെല്ലാം കൊടുത്തിരിക്കുക. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് വീട്ടുകാരും ഫോൺ എടുക്കണില്ല. അവരുടെ വീട്ടുകാർ, ചെക്കൻ്റെ വീട്ടുകാർ ഫോൺ എടുക്കണില്ല. ചെക്കനും സംസാരിച്ചുകൊണ്ടിരുന്നതാണ്, പയ്യനും ഫോൺ എടുക്കണമെന്നില്ല. അപ്പോൾ നമുക്ക് മരിക്കാനേ വഴിയുള്ളൂ, വേറെ ഒന്നുമില്ല. ഹോൾ ബുക്ക് ചെയ്ത് കാർഡ് കൊടുത്ത് എല്ലാം കഴിഞ്ഞിട്ട് ഇവർ ഫോൺ എടുക്കില്ല. അവിടെ പോയി കഴിഞ്ഞാൽ വീട് പൂട്ടിയിരിക്കുക എന്നാരെ പറഞ്ഞു വിട്ടപ്പോഴത്തേക്കും. ഇങ്ങോട്ടും വിളിയില്ല. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. എന്താ ഇതിന് ഉത്തരം എന്താ? പ്രൈസ് ദി ലോർഡ്. ഇതുപോലത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. എനിക്കൊന്നും കിട്ടിയില്ല. അപ്പോൾ ഇവിടെ കുറച്ച് പേര് ലൈനിൽ നിന്ന് ഉടമ്പടി എടുത്തുകൊണ്ടിരിക്കുക. ഞാൻ കൊച്ചിനോട് പറഞ്ഞത്, നീ ഒരു കാര്യം ചെയ്യ്, അമ്മ മാതാവ് ഇവിടെ ഉണ്ടല്ലോ, നീ പോയി ഉടമ്പടി എടുക്ക്. അപ്പോൾ ഇത് എന്ത് മനസ്സിലായി എന്നറിയില്ല. പോയിട്ട് അവിടെ ക്ലാസ്സൊക്കെ കൂടി വന്ന് ഉടമ്പടി എടുത്ത് 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഓടി വന്ന്, ബ്രദറെ ഞാൻ ഇവിടെ ഉടമ്പടി എടുത്ത് വിളക്ക് കത്തിച്ച് വയ്ക്കുമ്പോഴത്തേക്ക് എനിക്കൊരു ഫോൺ കോൾ വന്ന്, ഞാൻ നോക്കുമ്പോഴത്തേക്കും ആ ചെക്കനെ വിളിക്കുന്നത് സ്പോട്ടിലാണ്. അവൻ വിളിച്ചിട്ട് പറഞ്ഞ്, വീട്ടുകാരിക്ക് കുറച്ച് പ്രശ്നമുണ്ട്, പക്ഷേ ഞാൻ സമ്പാദിക്കുകയാണ്, എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ നിന്നെ വന്ന് കെട്ടിക്കോളാം, ഞാൻ എൻ്റെ അമ്മയെ വിളിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഉടമ്പടിയുടെ ടൈം ലിമിറ്റ് എന്ന് പറയണത് നമ്മളെ വിശ്വാസവും ദൈവസാന്നിധ്യവും. ആ കൊച്ചിൻ്റെ മുമ്പിൽ വേറെ വഴിയില്ല. നമുക്കൊക്കെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് സംശയമോ ഉത്കണ്ഠ ഉണ്ടെങ്കിൽ പോയി ദൈവമായിട്ട് നമ്മൾ അകന്ന് നിൽക്കുക, സന്തോഷിക്കുക. എത്ര വലിയ പ്രശ്നമാണെങ്കിലും ഉത്തരവില്ലാത്തതാണെങ്കിൽ കൂടുതൽ സന്തോഷിക്കുക. ദൈവത്തിന് അതുപോലത്തെ സബ്ജക്റ്റായി ഇഷ്ടം. നിൻ്റെ വിശ്വാസം കൂട്ടാൻ പറ്റും നിനക്ക്. നിൻ്റെ മുമ്പിൽ ഒരു ഉത്തരവുമില്ല. ഇതിനെ ഞാൻ പരിഗണിക്കും, ഇതിനെങ്ങനെയാണ് ഈ കാര്യം എങ്ങനെ നടത്തിയെടുക്കും, ഇതെങ്ങനെ സാധിക്കും. അങ്ങനത്തെ പ്രശ്നം അമ്മയ്ക്കും അതുപോലത്തെ. അമ്മ ചോദിച്ചപ്പോഴത്തേക്കും നമുക്ക് വേണ്ടിയിട്ടാണ്, ഇതെങ്ങനെ സാധിക്കും? പരിശുദ്ധാത്മാവിന് എന്നിൽ വരുമ്പോൾ സാധിക്കും. ദൈവത്തിന് പരിശുദ്ധാത്മാവിനെ തരാൻ ഇഷ്ടമാണ്. അത് പരിശുദ്ധാത്മാവിനെ കിട്ടുന്ന വിശ്വാസം വഴിയാണ്. നിൻ്റെ പ്രശ്നം വലിയ പ്രശ്നമാണെങ്കിൽ, വേറെ ഒരു മാർഗവും നിൻ്റെ മുമ്പിൽ ഇല്ലെങ്കിൽ, നിൻ്റെ വിശ്വാസം വലുതായിരിക്കും. വിശ്വാസം വലുതാക്കാനുള്ള ഒരു അവസരം അത്. ആ സാഹചര്യത്തിൽ നിൻ്റെ വിശ്വാസം അധികമാക്കാതെ. അപ്പോൾ ദൈവത്തിൻ്റെ മുമ്പിൽ
ദൈവമേ നിന്നെക്കൊണ്ട് മാത്രമേ സാധിക്കൂ. അതുപോലെ അനുദപിക്കണം. അപ്പോൾ ദൈവ സാന്നിധ്യം, നിനക്ക് വിശ്വാസം കുറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഓർത്തെടുക്കണം, ഞാൻ എന്തൊക്കെയാണ് പാവം ചെയ്തത്, ഇന്നലെ എന്ത് ചെയ്ത്, ഇപ്പോൾ ഇവിടെ ഇരുന്ന് പുറയിലേക്ക് പോകണം. ഈ 1 മണിക്കൂർ മുമ്പ് ഞാൻ എന്താ ചെയ്തത്, അതിനു മുമ്പ് എന്താ ചെയ്തത്. അപ്പം നിനക്ക് ഞാൻ സമയം തരാം, നിനക്ക് 1-ാം സ്ഥാനം തരാൻ ഞാൻ പലപ്പോഴും മറന്നുപോയിട്ടുണ്ട്. പല സമയത്ത് ഞാൻ പ്രാർത്ഥിക്കാൻ വിട്ടുപോയിട്ടുണ്ട്. പല സമയത്ത് ഞാൻ സങ്കടപ്പെട്ടിട്ടുണ്ട്. അതെല്ലാം ചൊല്ലി അനുദപിക്കുക. അനുദപിക്കുമ്പോൾ ദൈവ സാന്നിധ്യം ഉണ്ടായി വരും, നിനക്ക് തന്നെ മനസ്സിലാവും. പ്രൈസ് ദി ലോർഡ്. ഒരു ലിസണിങ്ങോ ഒരു റീഡിങ്ങോ കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാൻ എനിക്ക് സാധിച്ചിരുന്നില്ല. കാര്യം ഡ്യൂട്ടിയും കറക്റ്റായിട്ട് ഞാൻ ഉടമ്പടി കണ്ടിന്യൂ ചെയ്തു. എല്ലാ ദിവസവും പള്ളിയിൽ പോകാൻ ശ്രമിച്ചു. എന്നും കറക്റ്റായിട്ട് ബൈബിൾ വായിച്ചു, പ്രാർത്ഥിച്ചു. എല്ലാ കാര്യങ്ങളും അതിൻ്റെ കറക്റ്റായ രീതിയിൽ ചെയ്തുകൊണ്ട് എനിക്ക് സത്യത്തിൽ പഠിക്കാൻ സമയം കിട്ടിയിരുന്നില്ല. പക്ഷേ ഓരോ പരീക്ഷ കഴിയുമ്പോഴും സാക്ഷ്യം പലത് കേൾക്കുന്നതുകൊണ്ട് കറക്റ്റായി ഞാൻ ഓരോ എക്സാം കഴിയുമ്പോഴും ഞാൻ മാതാവിനും ഈശോയ്ക്കും സമർപ്പിച്ച് എൻ്റെ പേപ്പർ കൊടുത്തു. റിസൾട്ട് വന്നപ്പോൾ യാതൊരു ക്ലബിങ്ങും കൂടാതെ ഞാൻ പേടിച്ച എൻ്റെ സ്പീക്കിങ്ങിന് ഏറ്റവും കൂടുതൽ മാർക്കോടെ എനിക്ക് പാസ്സാവാൻ സാധിച്ചു. അങ്ങനെ ഇന്ന് ഡിസംബർ റിസൈൻ കൊടുത്ത് ഞാൻ നാട്ടിൽ വന്നിരിക്കുന്നതാണ്. അവിടെ നിന്ന് നേരിട്ട് വന്ന് സാക്ഷ്യം പറയണമെന്നാണ് ആഗ്രഹിച്ചത്. പക്ഷേ ഇത്തിരി വൈകിയതിൽ മാതാവിനോട് ക്ഷമ ചോദിക്കുന്നു. ഇപ്പോൾ ഞങ്ങൾ നാട്ടിൽ വന്നിട്ട് 1 വീക്ക് ആയിട്ടുള്ളൂ. എൻ്റെ പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് പുറത്തേക്ക് പോകാനുള്ളത്. അതിന് ഞാൻ മാതാവിന് ഒത്തിരി നന്ദി പറയുന്നു. അതായിരുന്നു എൻ്റെ 2ാമത്തെ നിയോഗം. 3ാമത്തത് എനിക്ക് നിയോഗത്തിൽ വെച്ചിരുന്നതല്ല. എൻ്റെ ഹസ്ബൻഡിൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് കുവൈറ്റിലെ കയ്യിൽ വാലിഡായിട്ടുള്ള ലൈസൻസ് ഉണ്ടായിരുന്നു. പക്ഷേ MOയുടെ അവരുടെ സിസ്റ്റത്തിൽ അത് ക്യാൻസലായി ലോക്കായി കിടക്കായിരുന്നു. അപ്പോൾ അത് എന്താ റീസൺ എന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. പെട്ടെന്ന് ഈ സാധാരണ രീതിയിൽ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ചെക്കിങ് വരുമ്പോൾ നമ്മളെ ഡയറക്റ്റ് ഡീപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അത് മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് അത് കണ്ട് മനസ്സിലാവുകയും പിന്നീട് നമ്മളത് പലവരും പറഞ്ഞു ഇനി കിട്ടാനുള്ള ഒരു വകുപ്പുമില്ല, അത് ക്യാൻസലായി പോകത്തുള്ളൂ എന്ന്. നമുക്ക് കാര്യം അവരുടെ ആ അതോറിറ്റിയുടെ അടുത്തേക്ക് എത്താനുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ എന്തോ ഒരു ധൈര്യം, ഈ മാതാവിൻ്റെ കാശുരൂപം പിടിച്ചാൽ നമുക്ക് എന്ത് പ്രശ്നങ്ങളും സോൾവ് ആവും എന്നുള്ള ഒരു പ്രത്യേക ധൈര്യം കിട്ടുമായിരുന്നു. ഈ ഉടമ്പടിയിലായിരുന്ന കാലഘട്ടങ്ങളിലെല്ലാം നമുക്ക് എന്ത് പ്രശ്നവും അഭിമുഖീകരിക്കാൻ പറ്റുമെന്ന് ഒരു പ്രതീക്ഷ നമുക്കുണ്ടായിരുന്നു. അതുകൊണ്ട് പ്രത്യേകിച്ച് പേടിയൊന്നും തോന്നിയില്ല. നന്നായി പ്രാർത്ഥിച്ചു. ഇവിടെ വന്ന് സാക്ഷ്യം നൽകിക്കൊള്ളാമെന്ന് മാതാവിനോട് വാഗ്ദാനം ചെയ്തു. അങ്ങനെ ഹസ്ബൻഡ് പോയി. യാതൊരു തടസ്സവും കൂടാതെ കറക്റ്റായിട്ട് ആ പോലീസുകാർ അവിടെ ഏറ്റവും മുകളിൽ കടത്തിവിടാൻ ഭയങ്കര പാടാണ്. പക്ഷേ കാശുരൂപം കൊണ്ട് പ്രാർത്ഥിച്ചിട്ട് ഹസ്ബൻഡ് പോയത്. അവിടെ ചെന്ന് ആളുടെ പ്രശ്നം അവിടെ അവതരിപ്പിക്കാൻ പറ്റി. അവർ ചെക്ക് ചെയ്ത് വിതിൻ 5 മിനിറ്റ്സിനുള്ളിൽ സൈൻ ചെയ്ത് സിസ്റ്റത്തിൽ അത് വന്നു എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവർക്കും അത് ഭയങ്കര ഒരു അത്ഭുതമായിരുന്നു. കുവൈറ്റിൽ ലൈസൻസ് ലോക്കായാൽ അത് വീണ്ടെടുക്കാൻ അവിടെ വർക്ക് ചെയ്യുന്നവർക്ക് അറിയാം ഒത്തിരി ബുദ്ധിമുട്ടാണ്. അതാണ് എൻ്റെ 3ാമത്തെ സാക്ഷ്യം. എനിക്ക് ഒത്തിരി ഇത്രയും അനുഗ്രഹങ്ങൾ എനിക്കും എൻ്റെ കുടുംബത്തിനും തന്ന ദൈവമാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. ഉടമ്പടി പുതുക്കാനാണ് വന്നത്. പക്ഷേ പുറത്തുള്ളവർക്ക് 1 വർഷം കഴിഞ്ഞിട്ടാണ് പുതുക്കാൻ പറ്റുള്ളൂ എന്ന് അറിഞ്ഞതുകൊണ്ട് കാര്യം ഉടമ്പടിയിലായിരിക്കുമ്പോൾ നമുക്ക് ദൈവത്തോട് ഏറ്റവും കൂടുതൽ ചേർന്നിരിക്കാൻ പറ്റും. നമ്മൾ ദൈവത്തോട് അടുക്കാനാണ് ഈ സഹനങ്ങളെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതിനൊത്തിരി ദൈവത്തിന് നന്ദി പറയുന്നു. ഇന്നും ദൈവത്തിൻ്റെ ഈശോയുടെയും മാതാവിൻ്റെ ഒരു സാക്ഷിയായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. താങ്ക്. പേര് മഞ്ജു ബിജോ. ഞാൻ കണ്ണൂർ ജില്ലയിലെ ചെറുപുഴ എന്ന സ്ഥലത്തു നിന്ന് വരുന്നു. അവിടെ മുളപ്ര എന്ന ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ ഇവിടെ ഉടമ്പടി എടുത്തത് 2022 മെയ് 30-നാണ്. എൻ്റെ IELTS പരീക്ഷയുടെ കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത്. ഞാൻ ആദ്യമായിട്ട് ഒരു പ്രാവശ്യം IELTS എഴുതി, UKVA എഴുതി. അപ്പോൾ ഞാൻ ഉടമ്പടി എടുത്തിട്ടില്ലായിരുന്നു. ഞാൻ എഴുതി, പക്ഷേ എനിക്ക് റീഡിങ്ങിന് പോയി. അപ്പോഴാണ് എൻ്റെ കൂടുതലുണ്ടായിരുന്ന ചേച്ചി എന്നോട് പറഞ്ഞത് കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചാൽ കിട്ടും എന്ന് പറഞ്ഞു. ചേച്ചി പിറ്റേ മാസം 20 ദിവസത്തിനുള്ളിൽ ചേച്ചിക്ക് പോകാൻ പറ്റി. അപ്പം ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. മെയ് 30-ന് വന്നെടുത്തു. പക്ഷേ എനിക്കത് ഒരു നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിച്ചില്ല. കാരണം ഞാനൊരു
അല്പവിശ്വാസി എന്ന് പറയാം, അങ്ങനെ ഒരു ആളായിരുന്നു. കുറച്ച് ദിവസം പ്രാർത്ഥിച്ചാൽ കുറച്ച് ദിവസം ഞാൻ പ്രാർത്ഥിക്കുകയില്ല. അങ്ങനെ ഒരു സ്ഥിരമായ ഒരു പ്രാർത്ഥനാ ജീവിതം എനിക്കുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ നല്ലപോലെ ദേഷ്യപ്പെടുന്ന ഒരാളായിരുന്നു. ഇതൊക്കെ കൂടിയിട്ട് എനിക്കത് മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിച്ചില്ല. എങ്കിലും ഞാനത് തുടർന്ന് കൊണ്ടുപോയി. കാരുണ്യ പ്രവർത്തികളോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യുന്നില്ലായിരുന്നു. പ്രാർത്ഥന മാത്രം ഞാൻ തുടർന്ന് കൊണ്ടുപോയി. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം 5 പ്രാവശ്യവും കൂടെ പിന്നെയും എഴുതി. അതിൽ 4 പ്രാവശ്യവും ഞാൻ റീഡിങ്ങിന് തന്നെ പിന്നെയും തോറ്റുപോയി. നിസ്സാരം 0.5 മാർക്കിനാണ് ഞാൻ എല്ലാ പ്രാവശ്യവും തോറ്റുപോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര നിരാശയായി. ഞാൻ പെട്ടെന്ന് പരീക്ഷയുടെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ തോറ്റു എന്ന് കണ്ടു കഴിയുമ്പോഴത്തേക്കും ഞാൻ തമ്പുരാനെ തള്ളി പറയും. എനിക്ക് ഭയങ്കര ദേഷ്യം വരുമായിരുന്നു. പിന്നീട് എൻ്റെ ഹസ്ബൻഡ് തന്നെ എന്നോട് പറഞ്ഞു, നീ എടുക്കണ്ട, ഞാൻ തന്നെ എടുക്കാമെന്ന് പറഞ്ഞ് അദ്ദേഹം എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ ഒരു പ്രാവശ്യം എഴുതി. പക്ഷെ എന്നാലും അത്